വയനാട് DCC ട്രഷറർ NM വിജയന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ സഹകരണ ദേശസാൽകൃത ബാങ്കുകളിലെ അക്കൗണ്ടുകൾ സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ ബത്തേരി അർബൻ ബാങ്കിലടക്കം അനധികൃത നിയമനത്തിന് IC ബാലകൃഷ്ണൻ MLAയും DCC നേതൃത്വവും പട്ടിക തയ്യാറാക്കി എന്ന വെളിപ്പെടുത്തലുമായി മുൻ ബാങ്ക് ചെയർമാൻ സണ്ണി ജോർജ് രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയ വയനാട് DCC ട്രഷറർ NM വിജയന് സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ സഹകരണ ബാങ്കുകളിലും ദേശസാൽകൃത ബാങ്കുകളിലുമായി ഉണ്ടായിരുന്ന 10ലേറെ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തേടാനൊരുങ്ങുകയാണ് പോലീസ്. ഇതിനായി ബാങ്കുകൾക്ക് നോട്ടീസ് നൽകി. ഇതിനിടെ IC ബാലകൃഷ്ണൻ MLAക്കെതിരെ വെളിപ്പെടുത്തലുമായി സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് മുൻ പ്രസിഡന്റ് സണ്ണി ജോർജ് രംഗത്തെത്തി. ബാങ്കിൽ അനധികൃത നിയമനം നടത്താൻ IC ബാലകൃഷ്ണന്റെയും DCCയുടെയും നേതൃത്വത്തിൽ പട്ടിക തയ്യാറാക്കിയെന്നാണ് സണ്ണി ജോർജിന്റെ ആരോപണം. റാങ്ക് ലിസ്റ്റ് തന്ന് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അന്നത്തെ DCC പ്രസിഡന്റും MLAയും ആയിരുന്ന ശ്രീ IC ബാലകൃഷ്ണൻ ഒരു എമർജൻസി മീറ്റിംഗ് കൊളപ്പാട് വെച്ച് കൂടി. ആ മീറ്റിംഗിൽ എന്നോടുകൂടെ പങ്കെടുക്കണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ മീറ്റിംഗിൽ പങ്കെടുത്തു. ആ മീറ്റിംഗിൽ വേറെ അജണ്ടകളൊന്നും ഉണ്ടായിരുന്നില്ല. ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു അജണ്ട അർബൻ ബാങ്കിലെ അപ്പോയിന്റ്മെന്റിൽ നമ്മുടെ കോൺഗ്രസ്സുകാർക്ക്, അതായത് എല്ലാ പാർട്ടിക്കാരും പറയുന്നത് തന്നെയാണ് അതെങ്കിൽ പോലും ആ കോൺഗ്രസ്സുകാർക്ക് നമ്മൾ അപ്പോയിന്റ്മെന്റ് കൊടുക്കണം, അത് നിർബന്ധമായി നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു 17 പേരുടെ പേരോളം എനിക്ക് പറഞ്ഞു തന്നു. അവരിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് കൊടുക്കണമെന്ന്. ഞാൻ കൊടുക്കാമെന്നോ കൊടുക്കില്ല എന്ന് പറഞ്ഞില്ല. കാരണം ഞാൻ ഈ ലിസ്റ്റ് പഠിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഞാൻ വന്ന് ആ ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും അതിലെ ആർക്കും അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. അർബൻ ബാങ്ക് നിയമന വിവാദമുയരുമ്പോൾ സണ്ണി ജോർജ് ആയിരുന്നു ബാങ്ക് ചെയർമാൻ. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സണ്ണി ജോർജിനെ തൽസ്ഥാനത്ത് നിന്ന് KPCC പുറത്താക്കിയിരുന്നു. തന്റെ ഭാഗം കേൾക്കാതെയാണ് IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ളവർ നടപടിയെടുത്തതെന്നാണ് സണ്ണി ജോർജ് ആരോപിക്കുന്നത്. NM വിജയന്റെ മരണത്തിന് അർബൻ ബാങ്ക് നിയമന തട്ടിപ്പുമായി ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ CPIM-ൽ നിന്നടക്കം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് MLAയ്ക്ക് നേരെ ആരോപണവുമായി സണ്ണി ജോർജ് രംഗത്ത് വന്നത്. നേരത്തെ വിഷയത്തിൽ IC ബാലകൃഷ്ണന് കോൺഗ്രസ് പിന്തുണ അറിയിച്ചിരുന്നു. ന്യൂസ് മലയാളം, വയനാട്.